നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്ന കോമ്പൗണ്ട് തേർഡ് കോമ്പൗണ്ട് 135 ഹെക്സാ ട്രൈൻ ആണ്. അപ്പോൾ ഇതിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് ഉണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റൊക്കെ വരച്ചിട്ടുണ്ട്. ബിഫോർ ദാറ്റ് ഇതാണ് ഹെക്സാ ട്രൈൻ്റെ പിക്ചർ. അപ്പോൾ ഇതിൽ 3 പൈ ബോണ്ട് ഉണ്ട്. 3 പൈ ബോണ്ട് കറസ്പോണ്ട് ടു 6 pi electrons. Then 6 pi electrons mean it contains 6 pi molecular orbital. 1, 2, 3, 4, 5, 6. Psi 1, Psi 2, Psi 3, Psi 4 star, Psi 5 star, Psi 6 star. സ്റ്റാർ മാർക്ക് ചെയ്തിരിക്കുന്നത് ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. ഓൾ 3 ആർ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. ദീസ് ഓൾ 3 ആർ ബോണ്ടിങ് ഓർബിറ്റൽ. ഈ സ്റ്റാർ മാർക്ക് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾ Psi 4, Psi 5, Psi 6 എഴുതിയാലും അത് തെറ്റൊന്നുമല്ല. സ്റ്റാർ മാർക്ക് ഇട്ടത് ആൻറ്റി ബോണ്ടിങ് ആണെന്ന് പെട്ടെന്നൊന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഞാനിനി എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിലുള്ള 6 pi ഇലക്ട്രോൺസിനെ അസൈൻ ചെയ്യണം ഗ്രൗണ്ട് സ്റ്റേറ്റിൽ. 1, 2, 3, 4, 5, 6 ഇത്രയേ ഉള്ളൂ. ഇനി എന്താണ്, ഹോമോ ല്യൂമോ കണ്ടുപിടിക്കണം. ഏതായിരിക്കും ഹോമോ? ഇത് തന്നെയാണ് ഹോമോ അല്ലേ. Psi 3 ആണ് ഹോമോ. ഹയസ്റ്റ് ആയിട്ട് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ല്യൂമോ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ആയിട്ട് അൺഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ല്യൂമോ. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഇവിടെ ഇങ്ങോട്ടാണ് ട്രാൻസിഷൻ നടക്കുക. സോ UV റേഡിയേഷൻ പാസ് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ നടക്കുന്നത് ഹോമോ ടു ല്യൂമോ ആണ്. Psi 3 to Psi 4 സ്റ്റാർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് നടക്കുന്നത്. ബാക്കിയൊന്നിനും ചേഞ്ച് വരില്ല. അപ്പോൾ അത് മാത്രമേ ഇവിടെ കാണിക്കാം. അപ്പോൾ ഇവിടെ ഏതാണ് ഹോമോ വരുന്നത്? ഇവിടെ ഹോമോ വരുന്നത് ഞാൻ വേണേൽ ജസ്റ്റ് എഴുതാം. ഇവിടെ ഹോമോ വരുന്നത് ഇതാണ്, ല്യൂമോ ഇതാണ്. അത് ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി അത്രമാത്രം. എക്സൈറ്റഡ് സ്റ്റേറ്റ് വരച്ചു. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് ട്രാൻസിഷൻ നടക്കുന്നത്. നമുക്ക് ഡെൽറ്റ എനർജി ഗ്യാപ്പ് കിട്ടും. അപ്പോൾ എനർജി ഗ്യാപ്പ് കുറഞ്ഞു വരും കേട്ടോ. നമ്മൾ ആദ്യം എടുത്ത എഥിലീൻ കഴിഞ്ഞു 1,3 ബ്യൂട്ടാഡൈൻ ഹെക്സാ ട്രൈനിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഈ എനർജി ഗ്യാപ്പ് കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. അതിപ്പോൾ ഞാൻ വരച്ചെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. ശരിക്കും എനർജി ഗ്യാപ്പ് കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് എനർജി ഗ്യാപ്പ് കുറഞ്ഞു വരുന്നത്? കോൺജുഗേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യും. ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യുമ്പം എനർജി ഗ്യാപ്പ് കുറയും. നമ്മൾ ആദ്യം പറഞ്ഞ റിലേഷൻ. സോ ഇവിടെ നമുക്ക് എന്താണ് ട്രാൻസിഷൻ നടന്നു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് സ്പെക്ട്രം കിട്ടും. സ്പെക്ട്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വാല്യൂ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. എത്രയാണ് ലാംഡ മാക്സ് വാല്യൂ? 4,1,3,5 ഹെക്സാ ട്രൈൻ 2,5,8 നാനോമീറ്റർ. ഈ വാല്യൂസൊക്കെ ഓർത്തിരിക്കണം. ഈ ലാംഡ മാക്സ് വാല്യൂ നമ്മൾ ഓർത്തിരിക്കണം. സോ നമുക്കിതിൻ്റെ നോഡൽ പ്ലെയിൻസ് അല്ലെങ്കിൽ നോട്ട്സ് കണ്ടുപിടിക്കാം. ഹെക്സാ ട്രൈൻ്റെത് ഇതേപോലെ വരക്കാം. 6 എണ്ണം കാണിക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ ഓൾറെഡി കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചല്ലോ. N-1 രീതിയിലാണ് നോഡ് കിട്ടുക. അപ്പോൾ ആദ്യത്തെ കേസിൽ 0 നോഡാണ്. അപ്പോൾ എല്ലാം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ മാർക്ക് ചെയ്താൽ മതി. ഇങ്ങനെയാണ് വരിക. അതായത് പിന്നെ അടുത്തടുത്ത് വരുന്നതെല്ലാം നോഡൽ പ്ലെയിൻസിൻ്റെ ബൗണ്ടറി ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരേപോലെയാണ് വരിക. ഇപ്പോൾ ചാർജാണ് ഇവിടെ നിങ്ങൾ ഈ ഷെയ്ഡ് ചെയ്യുന്നതിന് പകരം ചാർജ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ പ്ലസ് 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 പ്ലസ്, അടിയിലത്തെ നെഗറ്റീവ്, മൈനസ് 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 മൈനസ്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്താലും മതി. അടുത്തത് 1 നോഡാണ്. 1 നോഡ് നമ്മൾ എവിടെ കാണിക്കും? നമുക്ക് സെൻറ്ററിൽ കാണിക്കാം. ഇനി ഷെയ്ഡ് ചെയ്തോ. ഇനി കൂടെ തന്നെ ഷെയ്ഡ് ചെയ്യാം കേട്ടോ. Psi 3 2 നോഡാണ്. 2 നോഡ് നമ്മൾ എങ്ങനെ കാണിക്കും? ഇത്രയും വലിയ കോമ്പൗണ്ടാണ്. 2 നോഡ് നമുക്ക് ഒന്ന് ഇവിടെ കാണിക്കാം, ഒന്ന് ഇവിടെ കാണിക്കാം അല്ലേ. അപ്പോൾ നമുക്ക് ഒരു നോഡിൻ്റെ ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് രണ്ടും ഒരേപോലെ അടുത്ത് വരും. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ ഒരിക്കലും ഇതേപോലെ വരില്ല. അത്രയും ഓർത്താൽ മതി. ജസ്റ്റ് ഇത് ഷെയ്ഡ് ചെയ്യാനുള്ളൊരു ഇത് മാത്രമാണ് പറഞ്ഞത് കേട്ടോ. അടുത്ത Psi 4 3 നോട്ട്സ് വരും. 3 നോട്ട്സ് എങ്ങനെയാണ് കാണിക്കുന്നത്? 3 നോട്ട്സ് കാണിക്കുമ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഒരു നോഡ് കാണിക്കുക, ഇവിടെ ഒരു നോഡ് കാണിക്കുക, ഇവിടെ ഒന്ന് കാണിക്കുക, ഇവിടെ ഒന്ന് കാണിക്കുക. അപ്പോൾ ഇവിടെ തൊട്ടാണ് ഒരു കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് എത്രയാണ്? 4 നോട്ട്സ് വരുന്നുണ്ട് അല്ലേ. 4 നോട്ട്സ് വരുമ്പോൾ ഒന്ന് ഇവിടെ 1 2 ഇങ്ങനെ കാണിക്കാം. 3 4 ഇതേപോലെ ഷെയ്ഡ് ചെയ്താൽ മതി. അടുത്തത് എത്രയാണ്? 5 നോഡുണ്ട്. അപ്പോൾ 1 2 3 4 5 കറക്റ്റാണല്ലേ. അപ്പോൾ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആൾട്ടർനേറ്റീവായിട്ട് ചെയ്താൽ മതി. ഇവിടെ
സോ ഇങ്ങനെയാണ് നമ്മൾ നോഡൽ പ്ലെയിൻസ് കണ്ടുപിടിക്കുന്നത്. ഇത് ലാസ്റ്റ് കോമ്പൗണ്ട്, ഫോർത്ത് വൺ എന്താണ്, ബെൻസീനാണ്. ഇത്രയും കോമ്പൗണ്ട്സേ പഠിക്കാനുള്ളൂ. ബെൻസീനാണ് ലാസ്റ്റ് വൺ. ബെൻസീൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, സെയിം ടൈം നമുക്ക് അധികം ഡീറ്റെയിൽ ആയിട്ടും പഠിക്കാനില്ല ബെൻസീൻ. കാരണം ബെൻസീൻ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്, അരോമാറ്റിക് കോമ്പൗണ്ടാണ്, കുറച്ച് ഡിഫറൻസുകളുണ്ട്. സോ ആദ്യം നമുക്ക് നോക്കാം. ബെൻസീൻ്റെ സ്ട്രക്ചർ ഇതാണ്. 3 pi ബോണ്ടാണ്. 3 pi ബോണ്ട് കറസ്പോണ്ടിങ് ടു 6 pi. അപ്പോൾ ഹെക്സാട്രൈനുമായിട്ട് ചില സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില സ്ഥലത്ത്. സോ ഇത്രയാണ്. ഇനി നമ്മളിതിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം പഠിക്കാം. അപ്പോൾ എനർജി ലെവൽ ഡയഗ്രാം നമ്മൾ ഇതിൻ്റെ കേസിൽ രണ്ടും ഗ്രൗണ്ടും എക്സൈറ്റഡ് ഒന്നും പഠിക്കേണ്ട, ഗ്രൗണ്ട് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു കണ്ടോ കുറച്ച് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും എനർജിയുടെ, ഞാനിവിടെ കാണിക്കുന്നു. നേരത്തെ നമ്മളങ്ങനെ കാണിച്ചിട്ടില്ല, ഇങ്ങനെ കാണിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, കാണിച്ചാൽ കുറച്ചുകൂടി നല്ലതുമാണ്. അപ്പോൾ ഇത് വരക്കുമ്പോൾ ശ്രദ്ധിക്കാം. നമുക്ക് 6 ഓർബിറ്റൽസ് വേണം അല്ലേ, 6 മോളിക്കുലർ ഓർബിറ്റൽസ് വേണം. 1 2 3 4 5 6 കണ്ടോ വ്യത്യാസം കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് ബെൻസീനിൽ വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് ഡിഫറൻസ്. Psi1 Psi2 Psi3 Psi4 Psi5 Psi6. അപ്പോൾ ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേ ലെവലിൽ തന്നെ, ഒരേ എനർജി ലെവലിൽ തന്നെ 2 ഓർബിറ്റൽസ് വരുന്നു അല്ലേ. ഇതിൻ്റെ കേസിലാണെങ്കിൽ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരേ ലെവലിൽ, ഒരേ എനർജി ലെവലിൽ 2 ഓർബിറ്റൽസ് ഒരുമിച്ച് വരുന്നതിനാണ് നമ്മൾ ഡീജനറേറ്റ് എനർജി ലെവൽ അല്ലെങ്കിൽ ഡീജനറേറ്റ് എനർജി ലെവൽ എന്ന് പറയുന്നത്. ഡീജനറേറ്റ് എനർജി ലെവൽ, ഇത് രണ്ടും എന്താണ്, ഡീജനറേറ്റ് ആയിട്ട് എനർജി ലെവലാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഇതെന്തായിരിക്കും, നോൺ ഡീജനറേറ്റ് എനർജി ലെവൽ. ഇതും എന്തായിരിക്കും, നോൺ ഡീജനറേറ്റ് എനർജി ലെവൽ. അപ്പോൾ ഒരേ ലെവലിൽ വരുന്നത് നമ്മൾ എന്ത് പറയും, ഡീജനറേറ്റ് എനർജി ലെവൽ. Psi2 Psi3 ആർ ഡീജനറേറ്റ് എനർജി ലെവൽ. സിമിലർലി Psi4 സ്റ്റാർ ആൻഡ് Psi5 സ്റ്റാർ ആർ ഡീജനറേറ്റ് എനർജി ലെവൽ. ഇത് മൂന്നും ആൻറ്റി ബോണ്ടിങ്ങും ഇത് ബോണ്ടിങ്ങും ആണ്, അതൊക്കെ അറിയാലോ. നമ്മളിതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് എഴുതണ്ട. നമുക്ക് ജസ്റ്റ് നോക്കാം. 6 pi ഇലക്ട്രോൺസിന് 1 2 3 4 5 6 ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഹോമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2 ഓർബിറ്റൽസ് വരും. ഇതാണ് ഇവിടെ ഹോമോ. ല്യൂമോ എന്ന് പറഞ്ഞാലും 2 ഓർബിറ്റൽസ് വരും. സോ ട്രാൻസിഷൻസ് എവിടെ നടക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. 2 പോസിബിലിറ്റീസ് ഉണ്ട്. ഒന്നെങ്കിൽ Psi2 to Psi4 സ്റ്റാർ നടക്കാം, അല്ലെങ്കിൽ Psi3 to Psi5 സ്റ്റാർ നടക്കാം. അതും ഞാനിവിടെ കാണിക്കുന്നത് 2 പ്രോബബിലിറ്റി, അതും ഞാൻ ഇവിടെ തന്നെ കാണിക്കുകയാണ്. ദർ ആർ 2 പ്രോബബിലിറ്റി ഫോർ ട്രാൻസിഷൻ. അപ്പോൾ ഇതെന്താണ്, എനർജി ഗ്യാപ്പാണ്. 2 ട്രാൻസിഷൻസിന് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് ആ റിയാക്ഷൻ്റെ ആ സ്പോണ്ടേനിറ്റി കാര്യങ്ങളൊക്കെ ബേസ് ചെയ്ത്, ആ റിയാക്ഷനെ ബേസ് ചെയ്തിരിക്കും. അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇത്രയും പഠിച്ചാൽ മതി. ബെൻസീൻ്റെ കേസിൽ ഇങ്ങനെയാണ് എനർജി ലെവൽ ഡയഗ്രാം വരുന്നത്. സോ അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ഈ ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ UV വരുന്ന സമയത്ത് ഇതിലേതെങ്കിലും ഒന്നാണ് ജമ്പ് ചെയ്തിട്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സ്പെക്ട്രം കിട്ടുന്നത്. അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് സ്പെക്ട്രം കിട്ടിയിട്ട് നമുക്ക് അതിനൊരു കറസ്പോണ്ടിങ് റീഡിങ്ങും അവൈലബിളായിട്ട് കിട്ടും. അപ്പോൾ ബെൻസീൻ്റെ കേസിൽ നമുക്ക് വരുന്ന റീഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാംഡ മാക്സ് വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് 255 നാനോമീറ്ററാണ്. ഇത് ഓർത്തിരിക്കുക കേട്ടോ. കുറച്ച് വാല്യൂസ് എഴുതിയിട്ടുണ്ട്. ഇതുവരെയുള്ള എനർജി ലെവൽ ഡയഗ്രത്തിൽ നമുക്ക് കിട്ടിയ ഫൈൻഡിങ്സ് ആണിത്. എഥിലീൻ, ബ്യൂട്ടഡൈൻ, ഹെക്സാട്രൈൻ, ബെൻസീൻ, അതിൻ്റെ സ്ട്രക്ചർ, എത്ര പൈ ബോണ്ട്, കോൺജുഗേറ്റഡ് പൈ ബോണ്ട് ഉണ്ട്, എത്ര വാല്യൂസാണ് കിട്ടുന്നത്, ലാംഡ മാക്സ് വാല്യൂ. സോ നമുക്ക് ഒരു ഫൈൻഡിങ്സ് കിട്ടുക. നിങ്ങൾ ഇത്രയും വരെയുള്ളത് ശ്രദ്ധിക്കുക. ബെൻസീൻ എക്സെപ്ഷനാണ്, കാരണം ബെൻസീനിൽ ഡീജനറേറ്റ് എനർജി ലെവൽസ് ഒക്കെ വരുന്നുണ്ട്. സോ ഈ ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഗ്രാജുവൽ ഇൻക്രീസ് കാണാൻ പറ്റും. ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യാണ്.
എങ്ങനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്? കോൺജുഗേറ്റഡ് അല്ലെങ്കിൽ കോൺജുഗേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ, കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യും. സോ നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ അല്ലെങ്കിൽ പോയിന്റ് ഇവിടെ കറക്റ്റ് അല്ലേ? ഇഫ് കോൺജുഗേഷൻ ഇൻക്രീസസ് ലാംഡ മാക്സ് വാല്യൂ ഓൾസോ ഇൻക്രീസസ്. ബെൻസീൻ്റെ കേസിൽ എക്സെപ്ഷൻ ആണ്, അതുകൊണ്ടാണ് 255 ചെറിയൊരു ഇത് കാണുന്നത്. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യേണ്ട. ഇവിടെ നിന്ന് വരെ ഈ ഒരു ഗ്രാജ്വൽ ആയിട്ടുള്ള ഇൻക്രീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ്. നമുക്ക് ഫൈനലി എങ്ങനെ എഴുതാം? കോൺജുഗേറ്റഡ് അല്ലെങ്കിൽ കോൺജുഗേറ്റഡ് പൈ ബോണ്ട്സ് ഇൻക്രീസസ് ലാംഡ മാക്സ് വാല്യൂ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലാംഡ മാക്സ് ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ യു വി വിസിബിൾ അല്ലേ, യു വി വിസിബിൾ റീജിയൻ, വിസിബിളിലാണ് വിബ്ജിയോർ ഉള്ളത്. അതൊന്നും ഞാൻ അധികം പറയുന്നില്ല. സോ ലാംഡ മാക്സ് ഇൻക്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിലീൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് വാല്യൂ അല്ലേ ഹെക്സാട്രൈൻ എത്തുമ്പോഴത്തേക്ക് വാല്യൂ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് യു വി എന്നുള്ളത് എങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി? നമ്മുടെ സ്പെക്ട്രത്തിൻ്റെ അബ്സോർപ്ഷൻ ബാൻഡ് അപ്രോച്ചസ് ടുവേർഡ്സ് വിസിബിൾ റീജിയൻ അല്ലേ, ടുവേർഡ്സ് വിസിബിൾ റീജിയൻ ബിക്കോസ് ലാംഡ മാക്സ് ഗ്രാജ്വലി ഇൻക്രീസസ്. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ കേസിലും നടക്കുന്നത്. അതായത് ചില കോമ്പൗണ്ടുകൾ ഭയങ്കര ബ്രൈറ്റ് കളറായിട്ട് വിസിബിൾ ആവാനുള്ള റീസൺസ്, യു വി സ്പെക്ട്രം എടുത്തിട്ട് വിസിബിൾ ആവാനുള്ള റീസൺ എന്താണ്? ലാംഡ മാക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യാണ്. ലാംഡ മാക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പം അബ്സോർപ്ഷൻ ബാൻഡ് എങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും? ലോങ്ങർ വേവ് ലെങ്ത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ലോങ്ങർ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? വിസിബിൾ റീജിയൻ ആണ്. യു വി കഴിഞ്ഞാൽ വിസിബിൾ റീജിയൻ ആണ്. സോ വിസിബിൾ റീജിയനിലോട്ട് വരുന്നത് ഓൾമോസ്റ്റ് എല്ലാം കളേർഡ് ആയിരിക്കും. ഇപ്പോൾ ടൊമാറ്റോയിൽ കാണുന്ന ഒരു കെമിക്കലാണ് ലൈക്കോപ്പീൻ എന്ന് പറയുന്നത്. ലൈക്കോപ്പീൻ്റെ സ്ട്രക്ചർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതിൽ 11 കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ഉണ്ട്. 11 കോൺജുഗേറ്റഡ് ഡബിൾ ബോൺസ് ഉണ്ട് ലൈക്കോപ്പീൻ്റെ കേസ്. ഇപ്പോൾ ലൈക്കോപ്പീൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ വരുന്നത് അപ്പോൾ അത്രയും ഗ്രേറ്റ് ആയിരിക്കും. അറൗണ്ട് 454 നാനോമീറ്ററാണ് ലാംഡ മാക്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ടൊമാറ്റോ റെഡായിട്ട് കാണാമല്ലോ. റീസൺ റെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വാല്യൂ കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തെന്നാണ്? ടുവേർഡ്സ് ദ വിസിബിൾ റീജിയൻ അല്ലെങ്കിൽ വിസിബിൾ എൻഡ് എന്ന് പറഞ്ഞാൽ റെഡാണ്. അപ്പോൾ അത്രയും വലിയ വാല്യൂസ് ഇവിടെ വന്നു. സോ വേവ് ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ട് സ്പെക്ട്രം എങ്ങോട്ടേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്? വിസിബിൾ റീജിയനിലേക്കാണ്. അങ്ങനെ വിസിബിൾ റീജിയനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കൂടുതൽ കളേർഡായിട്ട് അപ്പിയർ ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പോൾ ഇതാണ് എനർജി ലെവൽ ഡയഗ്രത്തിൻ്റെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സമ്മറി പോലെയുള്ള ക്ലാസ്.